തൃണാവർത്തൻ. മക്കളെ, തൃണാവർത്തൻ ആരാണെന്നുള്ളത് ഒരു കുഞ്ഞു കഥയായി പറഞ്ഞു തരാം. സഹസ്രാക്ഷൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. പാണ്ഡുദേശത്തിലാണ് അയാൾ ജനിച്ചത്. ആ രാജാവ് വലിയ വിഷ്ണുഭക്തനും ധർമ്മനിഷ്ഠനും ആയിരുന്നു. അദ്ദേഹം വളരെ യജ്ഞങ്ങൾ ചെയ്യുമായിരുന്നു. വളരെയധികം ദാനങ്ങളും ചെയ്യുമായിരുന്നു. അത്രയും നല്ല ഒരു രാജാവായിരുന്നു. അവിടെ ദേവനദി പോലെയുള്ള ദിവ്യരേവ നദിക്കരയിൽ വള്ളിക്കുടിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വള്ളികളും പൂക്കളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് കുറേ സുന്ദരിമാരായ സ്ത്രീകളുമൊത്ത് കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രാജാവ്. അപ്പോൾ ദുർവാസാവ് മഹർഷി അവിടേക്ക് വന്നു. രാജാവ് വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് മഹർഷി വന്നത് അറിഞ്ഞില്ല. മഹർഷിമാരിൽ ഏറ്റവും അധികം ദേഷ്യവും കോപവും ഉള്ള ആളാണ് ദുർവാസാവ് മഹർഷി. രാജാവ് മഹർഷിയെ ആദരിക്കാതെ സ്ത്രീകളുടെ കൂടെ കളിച്ചിരിക്കുന്നത് കണ്ടിട്ട് മഹർഷിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഈ മഹർഷിമാരെല്ലാം ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക? ജലമെടുത്ത് മന്ത്രം ജപിച്ച് മഹർഷിക്ക് ആരോടാണോ ദേഷ്യമുള്ളത് അവരെ ശപിക്കും. അങ്ങനെ ഈ രാജാവിനെയും മഹർഷി ശപിച്ചു. എന്താണ് ശപിച്ചതെന്നറിയണ്ടേ? ഞാൻ വന്നത് കണ്ടിട്ടും നീ എന്നെ ആദരിച്ചില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുകയാണ്. ദുഷ്ട, നീ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു. ഇത് കേട്ടതും രാജാവിന് പേടിയായി. രാജാവായി ജീവിച്ചിരുന്ന ആൾ ഇനി രാക്ഷസനായി ജീവിക്കണ്ടേ? രാജാവ് ഉടൻ തന്നെ മഹർഷിയുടെ കാൽക്കൽ വീണ് ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ചു. ഈ മഹർഷിമാർക്കെല്ലാം നല്ല മനസ്സുണ്ടേ. തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചാൽ ശാപത്തിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി പറഞ്ഞുകൊടുക്കും. മഹർഷി രാജാവിനോട് പറഞ്ഞു, ശ്രീകൃഷ്ണ സ്പർശം കിട്ടുമ്പോൾ നിനക്ക് മുക്തി ലഭിക്കും എന്ന്. ഈ മുനിയുടെ ശാപമേറ്റപ്പോൾ രാജാവ് തൃണാവർത്തൻ എന്ന രാക്ഷസനായി. അപ്പോൾ തൃണാവർത്തൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത വീഡിയോയിൽ പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.